ഫ്രണ്ട്സ്, നമ്മളിന്ന് ഗോപി പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സവോള, ഇഞ്ചി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മല്ലിയിലയാണ് ഇടുന്നത്, കരിവേപ്പിലയല്ല. അതോടൊപ്പം തന്നെ ഗോപി, അതായത് നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ വലിയതായാലും നമുക്ക് പൊറോട്ട പരത്താനായിട്ട് പ്രയാസമാകും. അതുപോലെ തന്നെ ആട്ട കുഴക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇട്ട്, അതായത് മസാലക്കൂട്ടൊക്കെ ഇട്ട് നമുക്ക് ഈ ഗോപിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് പൊറോട്ട പരത്താം. അപ്പോൾ അതായി വരട്ടെ. നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഗോപിയും കൂടെ ഇടും. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് വേവിക്കണം. അതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് പൊറോട്ടയ്ക്കകത്തേക്ക് പരത്താം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗോപി പൊറോട്ടയ്ക്കുള്ള ഗോപിയൊക്കെ റെഡി ആയിക്കണം. ഞാൻ ഇതിനകത്ത് അല്പം കുരുമുളക് ഇടണം. പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നിരുന്നാൽ. പിന്നെ ഒരല്പം കുരുവിൻ പൗഡർ, പിന്നെ ഞാൻ ഇച്ചിരി വെജിറ്റബിൾ മസാലയും കൂടി ഇടുക. കുറേശ്ശെ മതി, അതൊന്നും വേണ്ട. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിരുന്നു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് പൊറോട്ടയ്ക്കകത്ത് പരത്തിയെടുക്കാം. അത് പൊറോട്ടയ്ക്കകത്ത് തന്നെ പരത്താനായിട്ടുള്ള റെഡിയാക്കി വെച്ചേക്കുകയാണ്. ഇതിന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം അങ്ങനെ നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. ഗോപി പൊറോട്ടയ്ക്കുള്ള ഗോപിയോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി മാവിനകത്ത് ഈ ഒരു ഇതിനകത്തേക്ക് സ്റ്റഫ് ചെയ്തിട്ട് കുറച്ചെടുത്ത് സ്റ്റഫ് ചെയ്തിട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടിപ്പോകാത്ത രീതിയിൽ പരത്തിയെടുക്കണം. അപ്പോൾ അത് കുറച്ചേരം ഒന്നിച്ച് വെക്കാൻ പോവാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മേളിൽ വേറെണ്ണം കൂടെ വെച്ച് പരത്താൻ പോകും. ഇങ്ങനെ എന്നിട്ട് പറയാം. 2 വെച്ച് നമ്മളിങ്ങനെ പരത്താം. നമ്മുടെ ഗോപി പൊറോട്ട എല്ലാം പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ലെയറിൻ്റെ മേളിൽ സ്റ്റഫിങ് വെച്ചിട്ട് വേറൊരു ലെയർ മേളിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടി തിക്കായിട്ടിരിക്കുന്നത്. അങ്ങനെ പരത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യും. അങ്ങനെ 1-2 പരത്തി കഴിഞ്ഞു. ഇവിടെ പരത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗോപി പൊറോട്ടയൊക്കെ പരത്തിയിട്ടുണ്ട്. ഇനി ഇതിനെ ചുട്ടെടുക്കാം. നമ്മൾ ഗോപി പൊറോട്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് ഗോപി പൊറോട്ടയ്ക്ക്. ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കേർഡും പിക്കിളുമാണ്. നല്ല കട്ട്മാങ്ക പിക്കിളുമാണ് അതിന് കോമ്പിനേഷൻ. നന്നായിട്ട് മുരിയണം. ഒരെണ്ണം കഴിച്ചാൽ മതി, വയറ് നിറയും. അങ്ങനെ നമ്മുടെ ഗോപി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വെന്തിരിക്കുന്നത്. നമ്മുടെ ഗോപി പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗോപി പൊറോട്ടയും കേടും പിക്കിളുമാണ് നല്ല കോമ്പിനേഷൻ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്.